ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിലെ പ്രതി ഹമീദിന് തൂക്കുകയർ വിധിച്ച് കോടതി. സ്വത്തിനു വേണ്ടി സ്വന്തം മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്ന കേസിലാണ് പരമാവധി ശിക്ഷ നൽകിയത്. 82കാരനായ പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. സത്യം ജയിച്ചെന്ന് പ്രോസിക്യൂഷൻ, അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം. 2022 മാർച്ച് മാസം 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ വാർത്ത പുറത്തു വരുന്നത് ഗൃഹനാഥൻ മട്ടൻ കറി കിട്ടാത്തതിന് വീടിന് തീയിട്ടു, വീട്ടിലുള്ള 4 പേർ മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ആ വാർത്തയുടെ യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു കൊലപാതകം, ഒന്നല്ല 4 പേരെ കൊന്ന സംഭവമാണ് എന്നുള്ളതാണ്. ആലിയക്കുന്നിൽ ഹമീദ് എന്ന പ്രതി കൊലപ്പെടുത്തിയത് സ്വന്തം മകൻ മുഹമ്മദ് ഫൈസലിനെയും ഫൈസലിൻ്റെ ഭാര്യ ഷീബയെയും 2 മക്കളെയുമാണ്. 16ഉം 13ഉം വയസ്സുള്ള 2 മക്കളെയുമാണ് കൊലപ്പെടുത്തിയത്. വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം, അതോടൊപ്പം തന്നെ വെള്ളം കിട്ടാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ബന്ദ് ചെയ്തതിന് ശേഷം ചെറിയ കുപ്പികളിലാക്കിയ പെട്രോൾ കുപ്പികൾ ഇവർ കിടക്കുന്ന കിടപ്പുമുറിയിലേക്ക് കത്തിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ്. സാങ്കേതികമായ തെളിവുകളുടെയും ശാസ്ത്രീയമായ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നിരത്തിയ മുഴുവൻ തെളിവുകളും കോടതി അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല, പ്രതിയുടെ പ്രായമടക്കം പരിഗണിക്കണം എന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിലും പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറഞ്ഞ അത്തരം കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ പരിഗണിക്കരുത്. കാരണം നിഷ്കളങ്കരായ 2 കുട്ടികളെ അടക്കം ഒരു കരുണയുമില്ലാതെ, ഒരു സഹതാപവുമില്ലാതെ സ്വന്തം മുത്തച്ഛൻ തന്നെ കൊന്ന കേസാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കരുത് എന്നൊരാവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നിൽ വെച്ചു. പ്രോസിക്യൂഷൻ വെച്ച അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് തൂക്കുകയറാൻ തന്നെ വിധിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വീട്ടിൽ തീയിട്ട് അതിക്രമം കാണിച്ച സംഭവത്തിൽ 10 വർഷത്തെ തടവും പിഴയും ചുമത്തിയിട്ടുണ്ട്. മൊത്തം 6 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ പിഴ കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ കോടതി പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ബാധിക്കപ്പെട്ട എല്ലാവരും മരണമടഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കൃത്യമായ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു ഈ കൊലപാതകം എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളും അതിനൊപ്പം തന്നെയുള്ള തെളിവുകളും ഈ വീടിന് പരിസരത്ത് നിന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം AG ലാൽ എന്ന് പറയുന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. 1200 പേജുള്ള കുറ്റപത്രത്തിൽ 71 സാക്ഷികളെയും 82 തുണ്ടിമുതലും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ കോടതി തൂക്കുകയറിന് വിധിച്ചിരിക്കുന്നത്. അപ്പീൽ പോകും എന്ന് തന്നെയാണ് പ്രതിയുടെ അഭിഭാഷകനും വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി നിരപരാധിത്വം തെളിയിക്കും എന്നതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും വളരെ പ്രമാദമായ ചീനിക്കുഴി കൂട്ടക്കുരുതി കേസിലാണ് ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതിയുടെ തൂക്കുകയർ എന്ന വിധി വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.